ഹലോ ഡെവലപ്പേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ടെനറി ഓപ്പറേറ്ററിനെ കുറിച്ചാണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. അത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ആ റിസൾട്ട് ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണം. അതായത് റിസൾട്ട് ഒരു വേരിയബിൾ അസൈൻ ചെയ്യണം. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്തമെറ്റിക്കൽ മോഡുലാർ ഡിവിഷൻ ഓപ്പറേറ്റർ. അതായത് ഈ ഡിവിഷൻ ചെയ്യുമ്പം 0 ആണ് റിസൾട്ട് എങ്കിൽ അതൊരു ഈവൻ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കോഡിങ്ങിലേക്ക് പോവാം. അപ്പം ഞാൻ നോട്ട് ജെ എസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നോട്ട് ജെ എസിന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരിക കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ഒരു നമ്പർ വേണം. അതൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് 5 എന്ന് അസൈൻ ചെയ്തു. റിസൾട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസൾട്ട് വേരിയബിളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് രണ്ട് വിധത്തിൽ ഇത് ചെയ്യാം. ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇഫ് ഓഫ് കണ്ടീഷൻ കൊടുക്കുന്നു, സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ അതിന്റെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇവിടെ റിസൾട്ടിലേക്ക് ഈവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് സേവ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഓഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് സേവ് ആവും. നമ്മൾ കൺസോൾ ഡോട്ട് ലോഗിൽ പ്രിന്റ് ചെയ്യുന്നു. നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ നമ്പർ 5 ഓഡ് ആയതുകൊണ്ട് ഓടുന്ന റിസൾട്ട് വരും. എഗെയിൻ ഞാനത് 10ലേക്ക് വാല്യൂ ചേഞ്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഈവൻ വരും. അപ്പൊ ഇഫ് എൽസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ പോയി കണ്ടാൽ മതി. അപ്പൊ ഇത്രയും പോർഷനാണ് നമ്മൾ ഇഫ് എൽസ് വെച്ച് ചെയ്തത്. ഇത് ഞാനൊന്ന് കമന്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ഓപ്പറേറ്റർ, അതായത് ടെനറി ഓപ്പറേറ്ററിലേക്ക് പോവുകയാണ്. ഇതിന്റെ സിൻടാക്സ് ഭയങ്കര സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനുമാണ് ഇതിന്റെ സിൻടാക്സ്. ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ. അപ്പൊ നമുക്ക് ബേസിക്കലി എന്താണ് വേണ്ടത്, ഒരു റിസൾട്ട് വേരിയബിളിലേക്ക് എയ്തർ ഈവൺ ഓർ ഓഡ് ഇതിലേതെങ്കിലും ഒരു വാല്യൂ സേവ് ആവണം അല്ലെ. അപ്പൊ നമ്മൾ ഈവൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഓഡ് ആയിരിക്കും. ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് കോളൻ യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇത് വരണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലേ ഇതിനെ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്തിട്ടാണ്. അതായത് ക്വസ്റ്റ്യൻ മാർക്കിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. അപ്പം ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, നമ്പർ മോഡുലാർ ഡിവിഷൻ 2 ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ എന്റെ ഈ കോളന് മുന്നേ ഉള്ള പോർഷൻ ആയിരിക്കും റിസൾട്ടിലേക്ക് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കോളൻ കഴിഞ്ഞിട്ടുള്ള പോർഷൻ ആയിരിക്കും റിസൾട്ടിലേക്ക് വരുന്നത്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം നമ്പർ 11 എന്നുള്ളത് എന്താണ്, ഓഡ് നമ്പർ ആയതുകൊണ്ട് ഓടുന്ന് വന്നു. ഇനി 12ലേക്ക് ഞാൻ വാല്യൂ ചേഞ്ച് ചെയ്ത് അഗൈൻ റൺ ചെയ്യുവാണ്. അപ്പൊ എന്തായി, ഈവൻ നമ്പർ വന്നു. അപ്പൊ എന്താ, 4 ലൈൻ ഇഫ് എൽസ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തത് നമുക്ക് സിംഗിൾ ലൈൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെനറി ഓപ്പറേറ്ററിന്റെ പവർ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയുവാണ്, കോളന് മുന്നേ ഉള്ളതായിരിക്കും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോളൻ കഴിഞ്ഞിട്ടുള്ള പോർഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.